ഒരു വാലന്റൈൻസ് ദിനത്തിൽ രാവിലെ 10 മണിക്ക് നമ്മൾ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുമിച്ചിരിക്കുകയാണ്. ഹരീഷേട്ടൻ പറയുന്നു 2 ബോറന്മാരായ എഴുത്തുകാരെയും ചേർത്തെന്ന്. അപ്പോൾ ഒരുപക്ഷെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എഴുതിയിട്ടുള്ള ഒരു സാഹിത്യ സൃഷ്ടിയായിരിക്കും അയാളുടെ പ്രേമലേഖനം. ഈ 2 എഴുത്തുകാരും ആദ്യമായി എഴുതിയ സാഹിത്യമെന്ന് തോന്നിയ ആ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എന്തായിരുന്നു? അതൊരു പ്രേമലേഖനമായിരുന്നോ എന്ന് ചോദിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മാത്യു സേട്ടന് തുടങ്ങാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവരും വേറൊരു മൂഡിലും വൈബിലുമൊക്കെയാണ്. അപ്പോൾ മോഡറേറ്റർ ചോദിച്ചത് പ്രണയലേഖനം എഴുതിയിട്ടുണ്ടോ എന്നാണ്. എഴുതിയിട്ടില്ല. ഇതുവരെ നല്ലൊരു പ്രണയലേഖനം എഴുതാൻ കഴിയാതെ പോയതിൻ്റെ വ്യഥ മുഴുവനും കടലിൻ്റെ മണം എന്നൊരു നോവൽ എഴുതി തീർത്തു ഞാൻ. 65 വയസ്സായിട്ടും പ്രണയിക്കാൻ കഴിയാതെ പോയ ഒരു സീനിയർ സിറ്റിസൻ്റെ കഥയാണ് കടലിൻ്റെ മണം. ആദ്യമായിട്ട് പ്രണയിക്കാൻ ശ്രമിച്ചതിൻ്റെ ദുരന്തം മുഴുവനും ഏറ്റുവാങ്ങി ഒരു സ്ത്രീയുമായി ഒരു ദിവസം ജീവിച്ചു എന്നുള്ളതിന് പകരം ഒരു കൊലക്കുറ്റം ഏറ്റെടുക്കാൻ വരെ തയ്യാറായ ഒരു പാവം മനുഷ്യൻ്റെ കഥ. എനിക്കെപ്പോഴും തോന്നുന്നത് അതാണ്. എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ പൊതുവെ പ്രണയം എന്ന വികാരത്തോട് ഒട്ടും കാരുണ്യത്തോടെ അല്ല ഉൾക്കൊണ്ടിരുന്നത്. പ്രണയത്തിൽ കാരുണ്യമുണ്ടായിരുന്നില്ല. പ്രണയം എന്ന് കേട്ടാൽ ഞെട്ടിത്തെറിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ഇപ്പോൾ നേരെ തിരിച്ചു. ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. പക്ഷേ പ്രണയം ഇപ്പോൾ ശരിക്കും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, ഈ പ്രണയത്തിനും ആസക്തിക്കും ഇടയിൽ വളരെ ലോലമായ ഒരു വരയാണുള്ളത്. പ്രണയത്തിന് പകരം ആസക്തമായ ഒരു കാലമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് ഞാൻ ജിഷ്ണുവിന് തന്നെ ഈ മൈക്ക് കൈമാറുകയാണ്. ഹരീഷേട്ടനിലേക്കാണ്. ആദ്യമായി എഴുതിയ സാഹിത്യം അതൊരു പ്രണയലേഖനമായിരുന്നോ? ഇല്ല, ഞാൻ സ്വന്തമായിട്ട് പ്രണയലേഖനം എഴുതിയിട്ടില്ല. ആളുകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനം അത്യാവശ്യം ഹിറ്റായിട്ടുമുണ്ട്. സംഭവം വർക്കായി എന്ന് പറഞ്ഞാൽ പ്രണയം സംഭവിച്ചു. അല്ലാതെ എനിക്കത് പ്രണയിക്കാൻ തക്ക ആരോഗ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് കൂടെ പഠിച്ച പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. പെൺപിള്ളേരൊക്കെ പറഞ്ഞത് ഇവനെ കണ്ടാൽ അതിനുള്ള ആരോഗ്യം തോന്നുന്നുണ്ട്. മിനിമം പ്രണയിക്കണമെങ്കിൽ മിനിമം ഒരു ആരോഗ്യം തോന്നുന്നുണ്ട്. അതന്നില്ലായിരുന്നു. അതുകൊണ്ട് പ്രണയിച്ചില്ലെന്നാണ് പറയുന്നത്. എങ്കിലും എനിക്ക് തോന്നുന്ന പുതിയ തലമുറയുടെ പ്രണയമാണ് കുറച്ചുകൂടെ നല്ലതും. മധുസൂദനൻ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ വിലക്കുകളുണ്ടായിരുന്നു. മധുസൂദനൻ്റെ കാലത്തിലും കുറച്ച് കഴിഞ്ഞാണ് എൻ്റെ കാലം. അപ്പം അപ്പോഴും വിലക്കുകളുണ്ടായിരുന്നു. എങ്കിലും പ്രണയിക്കുന്നൊരു വിലക്കിനെ ലംഘിച്ച് എല്ലാ കാലവും മനുഷ്യൻ പ്രണയിച്ചിട്ടുണ്ട്. അന്നും അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടെ ഓപ്പണാണ്. കുട്ടികൾ കുറച്ചുകൂടെ ധൈര്യപൂർവ്വം പ്രണയം പറയുന്നു, പ്രണയത്തെ അനുഭവിക്കുന്നു. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ വിലക്കുകളൊക്കെ പരമാവധി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവായി വരുന്നുണ്ട്. മറ്റേത് നമ്മൾ ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മുടെ ബന്ധങ്ങളിലുണ്ടായിരുന്നു. കുട്ടികൾ കുറച്ചുകൂടെ, കാരണം എൻ്റെ മകനിപ്പം ഏതാണ്ട് പ്രണയിക്കുന്ന പ്രായമാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന അതാണ്. അവർ കുറച്ചുകൂടെ ഓപ്പണാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയത് പട്ടുനൂൽ പുഴു എന്ന പുസ്തകമാണ്. ഇതിപ്പോൾ വലിയ തോതിൽ വായിക്കപ്പെടുന്ന പുസ്തകം കൂടിയാണ്. അതിൽ 2 പേർക്കിടയിലെ പ്രണയമുണ്ട്. അത് സാംസയും നടാശയും തമ്മിലുള്ള പ്രണയം. അത് ഈ 2 വ്യക്തികളും ഒരാളിൽ തന്നെയാണുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് ലെയറുകൾ ആ ബന്ധത്തിലുണ്ട്. ഇവരുടെ 2 പേരുടെയും പേരുകളുള്ള 2 പുസ്തകങ്ങൾ ഒരു ലൈബ്രറിയിലുണ്ട്. അങ്ങനെ പല ലെയറുകളിലായി ഈ ബന്ധം ആ നോവലിലെമ്പാടും കൃത്യമായി
എന്താ പറയുക വരച്ചു വെക്കുകയാണല്ലോ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ, ഒരു ബന്ധത്തെ, അത് പ്രണയമാകാം, അത് പല സാഹിത്യ സൃഷ്ടികൾ എഴുതി തീരുമ്പോൾ, കഥകൾ പലതിലും നിങ്ങൾ ഇതുപോലെ പ്രണയത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട്, നോവലുകളിലുണ്ടാവും. ഒടുവിൽ എഴുതി വരുമ്പോൾ പ്രണയത്തെ ആവിഷ്കരിക്കുന്നതിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതിൻ്റെ പല അടരുകളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെ ഇതിൽ ആവിഷ്കരിക്കുന്നതിലുള്ള വ്യത്യാസം എന്താ? ഇപ്പോൾ ഏറ്റവും അവസാനം പട്ടുനൂൽ പുഴുവിൽ സാംശയും നടാശയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ വന്നൊരു മാറ്റം എന്തായിരിക്കും? എങ്ങനെയാണ് അത് ആവിഷ്കരിച്ചത്? എനിക്ക് തോന്നുന്നത് മലയാളികൾക്ക് വലിയൊരു വായനാ ലോകം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളും കുറച്ചൊക്കെ വായിക്കുന്നുണ്ടെന്നാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് വായിക്കാൻ കിട്ടിയതിൽ കൂടുതൽ സാധ്യതകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാത്ത വലിയ വിഭാഗം ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ വായനാലോകം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നീണ്ടൂർ പോലൊരു കുഗ്രാമത്തിലാണ് ജീവിച്ചത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയെ ചുറ്റിപ്പറ്റിയായിരുന്നു എൻ്റെ ജീവിതം. അതുപോലെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, പള്ളിക്കൊരു ചെറിയ ലൈബ്രറി ഉണ്ട്, ലിയോ 13 എന്ന് പറഞ്ഞ ലൈബ്രറി. അവിടെ ഇടയ്ക്ക് പോകും. കോളേജിൽ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് അവിടുത്തെ ലൈബ്രറി. ഇങ്ങനെ നമ്മളൊരു ശരിക്കുള്ള ലോകം ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതോടൊപ്പം വേറൊരു വായനയുടെ ലോകവും കൂടെ ഉണ്ട്. ആ ലോകമാണ് റിയലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെ രൂപപ്പെടുത്തിയത്, അല്ലെ നമ്മളിലെ ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തിയത്, അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഞാൻ വിചാരിക്കുന്നത് എഴുത്തുകാരെ എല്ലാവരെയും രൂപപ്പെടുത്തുന്നത്, അവർ കരുതുന്നത് യഥാർത്ഥ ലോകം ഒരു വായനയുടെ ലോകമായിട്ടാണ് അവർ കരുതുന്നത്. നമ്മളിവിടെ നീണ്ടൂർ ഒരു ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ പോലും നമ്മൾ റഷ്യയിലോട്ട് പോകാം, നമുക്ക് ചൈനയിൽ പോകാം, നമ്മൾ വേറൊരു ലോകത്ത് ജീവിക്കാം, ദസ്തയേവ്സ്കി നമ്മുടെ ഒപ്പമുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാം. അപ്പം ആ ഒരു ലോകം റിയലാണെന്നുള്ള തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നടാശയും സാംശയുമായിട്ടുള്ള പ്രണയം എനിക്ക് എഴുതാൻ തോന്നിയത്. പിന്നെ അത് കുറച്ചൊക്കെ എൻ്റെ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് ഒരു തവണ എൻ്റെ വീടും പറമ്പും ഉണ്ട്. ആ പറമ്പിൽ ഒരു തവണ പണിയാൻ വന്നൊരു ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാളവിടെ താമസിച്ചിരുന്നതാണ്, പറമ്പിൽ താമസിച്ചിരുന്നതാണ്, ശരിക്കും താമസിച്ചിരുന്നതാണ്. അയാൾ പറയുന്നു അയാളുടെ ഇളയാളെ അവിടെ കുഴിച്ചിട്ടതാണെന്ന് പറയുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, ആ പ്രായത്തിൽ ആലോചിക്കുന്നത്, ഇത് ഒരു കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലമാണല്ലോ ഇത്. ലോകത്തുള്ള എല്ലാ സ്ഥലവും ആരെങ്കിലും കുഴിച്ചിട്ട സ്ഥലങ്ങളാണ് നമുക്കറിയാം. പക്ഷേ നമ്മുടെ പറമ്പ് അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് അതിനോട് പെട്ടെന്ന് തോന്നിയൊരു ഒരു ഭാവനാലോകം ഉണ്ടല്ലോ എൻ്റെ ചുറ്റും. അങ്ങനെയാണ് അതിനകത്തെ പ്രണയം വികസിച്ച് വരുന്നതും അങ്ങനെയാകുന്നതും. അതിന് പല സാധ്യതകളുണ്ട്. അങ്ങനെ ഇപ്പം മാത്യു സാറിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ കടലിൻ്റെ മണത്തെക്കുറിച്ച് സംസാരിച്ചാണ് തുടങ്ങിയത്. നമ്മൾ പ്രണയത്തിലാണ് ഈ സെഷൻ തന്നെ തുടങ്ങിയത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രണയത്തിൽ ഒരുപക്ഷെ ഒരാൾക്ക് പ്രണയം അത്രയും ആഗ്രഹിക്കുന്നൊരു മനുഷ്യനെക്കുറിച്ചാണ് കടലിൻ്റെ മണത്തിൽ എഴുതുന്നത്. സച്ചിദാനന്ദൻ അഥവാ സേതുമാധവൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ അയാൾ പ്രണയിക്കുന്ന ആൾ അതൊരു റോങ് നമ്പർ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ യാദൃശ്ചികമായി വരുന്നതിൽ നിന്ന് തുടങ്ങുന്നൊരു ബന്ധം. അപ്പം നമ്മൾ പരസ്പരം അറിയാത്ത രണ്ടുപേർക്കിടയിൽ പുതിയൊരു ഐഡൻറ്റിറ്റി പോലും നിർമ്മിക്കപ്പെടുന്ന, പുതിയൊരു പേരിൽ പുതിയൊരാളായി തന്നെ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പ്രണയം കൊതിക്കുന്ന ഒരു മനുഷ്യനിങ്ങനെ സ്വയം എന്താ പറയുക ഐഡൻറ്റിറ്റി പോലും മാറ്റി സ്വയം പുതിയൊരാളായി അവതരിക്കുന്ന തരത്തിലേക്ക് വരെ എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ ബന്ധങ്ങളെ ആവിഷ്കരിക്കുന്നതിൽ എഴുതി വന്ന വഴിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ പറയുക മൂങ്ങയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കാണായ്മയിലേക്ക് എത്തുമ്പോൾ ഒക്കെ ആളുകൾക്കിടയിലെ ബന്ധത്തെ ആവിഷ്കരിക്കുന്നതിൽ വന്ന മാറ്റങ്ങൾ, അതിൽ ചിന്തിക്കുന്ന തലങ്ങൾ എവിടെയൊക്കെയാണ്? എത്രത്തോളം ആഴത്തിൽ ചിന്തിച്ചാണ് ഒരു രണ്ടുപേർക്കിടയിലെ ബന്ധം എഴുതി തുടങ്ങുന്നത്? നേര് പറഞ്ഞാൽ ഒരു കേരള സമൂഹം സ്ത്രീയും പുരുഷനും തമ്മിൽ അടുക്കുന്നതിന് വളരെ എതിര് നിൽക്കുന്നൊരു സമൂഹമായിരുന്നു. അതുകൊണ്ട് പൊതുവെ സ്ത്രീയും പുരുഷനും പരസ്പരം അടുക്കാതെ വ്യാജങ്ങൾ കാണിച്ചാണ് നിന്നുകൊണ്ടിരുന്നത്. അത് നമ്മുടെ പഴയ കാലത്തെ കുമാരനാശൻ തൊട്ടുള്ള കവിതകൾ ഈ ശരീരമില്ലാത്ത പ്രണയത്തെക്കുറിച്ചാണ് കേരളീയർ കൂടുതൽ എഴുതിയിരുന്നത്. ശരീരമില്ലാതെ എങ്ങനെ പ്രണയിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു അനുഭവം ഉണ്ടായത്, കടലിൻ്റെ മണത്തിലേക്ക് പോകാനുള്ള ഒരു അനുഭവം ഉണ്ടായത്, ഞാൻ താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്ത്, അതൊരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ആയിരുന്നു, തൊട്ടടുത്ത് ഒരു കലാകാരനുണ്ടായിരുന്നു. അദ്ദേഹം
ഒരു സംഗീതാധ്യാപകനായിരുന്നു. വളരെ നല്ല കുടുംബം, സുന്ദരിയായ ഭാര്യ, ഒരു ചെറിയ മകൻ, വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു കുടുംബം. ഒരു കുഴപ്പവുമില്ല. ഈ പയ്യന് 13 വയസ്സുള്ള സമയത്ത് ഒരു വാർത്ത അറിയുന്നു. റോഡിൻ്റെ എതിർവശത്തുള്ള ഒരു സ്ത്രീയെ ഇവൻ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചുവെന്ന്. ഈ കുട്ടിയാണ് ചെയ്തിരിക്കുന്നത്. 13 വയസ്സുള്ള കുട്ടിയാണ് ഒരു സ്ത്രീയെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. അതിന് ഈ വാർത്ത പുറത്തു വന്നതും ഈ അധ്യാപകനും കുടുംബവും അവിടെ നിന്ന് മാറി താമസിച്ചു. ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അധ്യാപകൻ റോഡിന് എതിർവശത്തുള്ള ആ സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നു, തീവ്രമായ പ്രണയത്തിലായിരുന്നു. ഇത് പുറത്തറിയാതിരിക്കാൻ, ഭാര്യ ഉച്ചത്തിൽ പറയാതിരിക്കാൻ അദ്ദേഹം വീട്ടിൽ ഭീകരമായ അക്രമം തന്നെ അഴിച്ചുവിട്ടിരുന്നു. ഭാര്യയെ നിശബ്ദയാക്കാൻ വേണ്ടി ഇയാൾ കഷ്ടപ്പെട്ടിരുന്നു. അതായത് സമൂഹത്തിൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട്, അതായത് പ്രേമിക്കുന്നവൻ ഒരു കൊള്ളാത്തവനാണ് എന്നുള്ളൊരു ചിന്ത സമൂഹത്തിലുള്ളതുകൊണ്ട് ആ ഒരു ഹിപ്പോക്രസിയാണ് കേരളീയരുടെ ഒരു തനി സ്വഭാവം എന്ന് തോന്നിയിട്ടാണ്, അങ്ങനെയാണ് ഈ നോവലിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് പ്രേമത്തെക്കുറിച്ച് മാത്രമേ പറയുന്നത്, എന്നാൽ അതുകൊണ്ട് അത് തന്നെ ഞാൻ തുടരുകയാണ്. അത് കഴിഞ്ഞ് മൂങ്ങ എന്ന ചെറുകഥ സമാഹാരത്തിലെ പല കഥകളിലും ഇത് തന്നെ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു മധ്യവയസ്സ് കഴിയുമ്പോഴാണ് ഒരു പക്ഷേ കേരളീയ പുരുഷന്മാർക്ക് യഥാർത്ഥ പ്രണയത്തിലേക്ക് കടക്കാനുള്ള ഒരു പാകത ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുവരെ അയാൾക്കതില്ല. അതുകൊണ്ടാണ് മൂങ്ങയിലെ നാരായണൻ 65-ാം വയസ്സിൽ പഴയ പ്രണയം അന്വേഷിച്ച് പോകുന്നത്. അയാൾ ആദ്യമായിട്ട് ചുംബിക്കുന്നത് 65-ാം വയസ്സിലാണ്. ഈ ഒരു പ്രണയത്തിന് വേണ്ട ഒരു പാകത ആ പ്രായത്തിലാണ് അയാൾ ആർജിക്കുന്നത്. മലയാള സാഹിത്യം പൊതുവെ ഇത്തരം കാര്യങ്ങളോട് പുറംതിരിഞ്ഞിരിക്കാറാണ് പതിവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ദാമ്പത്യത്തിന് പുറത്ത് ഒരു പുരുഷനോ സ്ത്രീക്കോ ഒരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു തിന്മയായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളാണ്. ഒരു മനുഷ്യൻ്റെ സത്തയിൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു സൈക്കിൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് തീരെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. മനുഷ്യബന്ധങ്ങളെ വളരെ നേർത്ത ചരടുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങൾ വികസിക്കാതെ പോകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത്രയ്ക്കധികം അക്രമങ്ങൾ വ്യാപിക്കാൻ, ഇന്നിപ്പോൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്രമ വാർത്തകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വാർത്തയല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നു. അതിന് കാരണം ഒരു മനുഷ്യന് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരള സമൂഹത്തിൽ ഇല്ലാതായി എന്നുള്ളതാണ്. അത് പ്രണയം അതിലൊരു വഴി മാത്രമാണ്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുപ്പക്കാരും ഹരീഷ് പറഞ്ഞതുപോലെ സ്വതന്ത്രമായി പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു ഫാസിനേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഇത്ര അകലെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നോവലുകളെക്കുറിച്ച് ഘോരം പ്രസംഗിക്കാനൊന്നുമല്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തിരുത്താൻ വല്ലതുമുണ്ടോ, നിങ്ങൾക്ക് വല്ല തിരുത്തും നിർദ്ദേശിക്കാനുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറുപ്പക്കാരുടെ മുന്നിൽ ഞങ്ങളിരിക്കുന്നത്. അല്ലേ ഹരീഷ്? അതിൻ്റെ ശരി. ഉറപ്പായിട്ടും. ഇപ്പോൾ നമ്മൾ തീർച്ചയായും ഇങ്ങനൊരു ദിവസമായതുകൊണ്ട് കൂടിയാണ് തുടക്കത്തിൽ നമ്മൾ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയൊരു തലമുറയാണ് നിങ്ങൾ രണ്ടുപേരും അഭിമുഖീകരിക്കുന്നത്. എഴുത്തുകാരെന്ന രീതിയിൽ നിങ്ങൾ എഴുതുന്ന വർക്കുകളിലൂടെ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഇത്തരം പരിപാടികളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ അഭിമുഖീകരിക്കുന്നത് പുതിയൊരു തലമുറയാണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തലം വളരെ വ്യത്യസ്തമാണ്. അവരുടേതായ രീതികളുണ്ട്. അവർ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തി, ഇൻസ്റ്റഗ്രാമിൽ നിന്നും മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. റീലുകളിലൂടെ വളരെ രസകരമായ ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ സ്വയം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു.
അവർക്കിടയിൽ തന്നെ വളരെ എളുപ്പം സെലിബ്രിറ്റികളായ ആളുകൾ വളർന്നു വരുന്നു. എല്ലാം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയി ഒടുക്കം ഇപ്പോൾ കമൻറ്റ് ബോക്സുകളിൽ വരുന്ന തമാശകളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കമൻറ്റ് ബോക്സ് വായിച്ച് എന്താ പറയുക, നിർവൃതി അണയുന്ന ഒരു ജനറേഷൻ കൂടിയാണിത്. അതായത് ഏത് കണ്ടന്റ് വന്നാലും ആദ്യം ആ കമൻറ്റ് ബോക്സിൽ എന്താണുള്ളത്, അതിലെന്താണ് തമാശ എന്നുള്ളത് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു തലമുറ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള എഴുത്തുകാർ, നിങ്ങൾ ശരിക്കും സമൂഹ മാധ്യമങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ പറയുന്ന പോലെ കമൻറ്റ് ബോക്സ് വായിക്കാറുണ്ടോ എന്നൊക്കെ അവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നു. കമൻറ്റ് ബോക്സ് വായിക്കാറുണ്ടോ? ഉറപ്പായിട്ട് ഞാൻ വായിക്കാറുണ്ട്. കാരണം കമൻറ്റ് ബോക്സിലാണ് ഏറ്റവും നല്ല രസകരമായ തമാശകളൊക്കെ വരുന്നത്. തമാശകളും ചെറിയ ഇൻസൾട്ടുകളും എല്ലാം വരുന്ന കമൻറ്റ് ബോക്സിലാണ്. ശരിക്കും ആൾക്കാർ, എനിക്ക് തോന്നുന്നത്, കണ്ടൻറ്റ് വായിക്കുന്നതിൽ കൂടുതൽ കമൻറ്റ് ബോക്സിൽ വായിക്കുന്നുണ്ട്. കണ്ടൻറ്റിനെ ശ്രദ്ധിക്കാതെ യൂട്യൂബിനടിയിലുള്ള കമൻറ്റ് ബോക്സിനെ വായിക്കാനാണ് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ജിഷ്ണു പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ കഴിഞ്ഞ തലമുറയും ഇപ്പോൾ എൻ്റെ അച്ഛനും ഞാനുമായിട്ടുള്ള വ്യത്യാസമുണ്ട്, വലിയൊരു അന്തരമുണ്ട്. അത് എനിക്ക് മനസ്സിലാകും, അച്ഛനും മനസ്സിലാകും. അതിൻ്റെ ഒരു 10-20 ഇരട്ടി അന്തരം ഞാനും എൻ്റെ മകനുമായിട്ടുണ്ടാകും. അത്ര വ്യത്യാസമുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് കരുതിയിരുന്നത് അച്ഛൻ അത്ര ശരിയല്ലല്ലോ, ഞാൻ അച്ഛനാകുമ്പോൾ ഞാൻ ശരിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അതിലും വലിയ അകലം നമ്മൾ മകനുമായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളത് ഭയങ്കര വിഷമം പിടിച്ചൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത്, കുട്ടികൾ കൂടുതലും, പുതിയ തലമുറ കൂടുതലും വിഷ്വലിലേക്ക് വല്ലാതെ മാറുന്നുണ്ട്. വിഷ്വൽ മീഡിയ എന്നൊരു സ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ആകെ കാണാൻ പറ്റുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ തിയേറ്ററിൽ പോയി, സിനിമാ തിയേറ്ററിൽ പോയി വല്ലപ്പോഴും കാണുന്ന ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞാൽ ടെലിവിഷനിൽ വരുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് മൊബൈലിൽ ആയിരക്കണക്കിന് വിഷ്വലുകൾ ഓരോ നിമിഷവും കാണാവുന്ന തരത്തിലുണ്ട്. പിന്നെ മനുഷ്യൻ പൂർണ്ണമായിട്ടും ഒരു കാലത്ത് വിഷ്വലിലോട്ട് മാറുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അക്ഷരങ്ങളുടെ കാര്യത്തിന് എല്ലാ മനുഷ്യനും അക്ഷരം പഠിച്ചു തുടങ്ങിയിട്ടും വായിച്ചു തുടങ്ങിയിട്ടും 100-150 വർഷമേ ആയുള്ളൂ. ഇതൊരു നിർബന്ധമായ കാര്യമല്ല മനുഷ്യ സമൂഹത്തിന്. കാരണം ഇതിനു മുമ്പ് ലക്ഷക്കണക്കിന് വർഷം നമ്മൾ അക്ഷരം പഠിക്കാതെ പോയ ടീമുകളാണ്. അന്നേരം നമുക്ക് കഥയും കവിതയൊക്കെ ഉണ്ടായിരുന്നു, ആർട്ടുണ്ടായിരുന്നു നമുക്ക്, പക്ഷേ അക്ഷരമില്ലായിരുന്നു. ഇനിയും ആർട്ടുണ്ടാകും, ചിലപ്പോൾ അക്ഷരം കാണില്ല. നമ്മൾ മരിക്കുന്നവരെ ഇത് സാധനം കാണണമെന്നേ നമുക്ക് ആഗ്രഹമുള്ളൂ. കാരണം അതുവരെ പിടിച്ചു നിൽക്കണമല്ലോ നമുക്ക്, അതേ നമുക്ക് ആഗ്രഹമുള്ളൂ. അറിഞ്ഞുകൂടാ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അറിഞ്ഞുകൂടാ. മാത്യു ചേട്ടൻ എങ്ങനെയാണ് പുതിയ ജെൻസി പിള്ളേരോടൊക്കെ എങ്ങനെയാണ് ഇടപഴകുന്നത്? അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പലതരത്തിലുള്ള പുതിയ കണ്ടൻറ്റുകൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലാണ് ആളുകൾ അവരുടെ കണ്ടൻറ്റുകൾ, ഇപ്പോൾ പോഡ്കാസ്റ്റുകൾ വലിയ രീതിയിൽ സജീവമാവുന്നു, സ്റ്റാൻഡപ്പ് കോമഡി ആളുകൾ വലിയ തോതിൽ കൺസ്യൂം ചെയ്യുന്നു. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഒരു എഴുത്തുകാരൻ നോവലുമായി വരുന്നതോ അല്ലെങ്കിൽ ചെറുകഥയുമായി ചെയ്യുന്നത്. അപ്പോൾ ഈ കമൻറ്റ് ബോക്സുകളിൽ നിന്ന്, ഈ സ്റ്റാൻഡപ്പ് കോമഡികളിൽ നിന്ന്, ഈ നെറ്റ്ഫ്ലിക്സ് സീരീസുകളിൽ നിന്ന്, അവർ ചെയ്യുന്ന റീലുകളിൽ നിന്നൊക്കെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരോട്, അവരെക്കുറിച്ച് തോന്നുന്ന കാര്യം എന്താണ്? പുതിയ ഈ തലമുറയോട്, ജെൻസിയോട്. പുതിയ തലമുറയുടെ ഒരു കൺസ്യൂമറാണ് ഞാൻ. ഈ പറയുന്ന അവരുടെ വിഷ്വൽസും എല്ലാം ഞാൻ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു ആഴമില്ലായ്മയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അത് പഴയ ഒരാൾ അല്ല ഒരു വയസ്സൻ പറയുന്നത് പോലെ എടുത്താലും തിരക്കിടില്ല. ഒരു ആഴമില്ലായ്മ ശക്തമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വിം വെൻഡേഴ്സൺ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സിനിമകളും അവിടെ പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ അറിവിൽ ഈ ജെൻസികളെ ആരെയും അവിടെ കണ്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് അവരവിടെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഇത്രയും ലോകത്തിൽ ഇത്രയും പ്രായമുള്ള പ്രഗത്ഭനായ ഒരു ഫിൽം മേക്കർ, അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി, അതായത് ആൻസെൽം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി 3Dയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പെയിൻറ്ററെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി 3Dയിലാണ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് വലിയ പരീക്ഷണങ്ങളൊന്നും ഈ പുതിയ കാലത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ലോക സിനിമ എടുത്തു നോക്കിയാൽ പോലും പഴയ ആളുകൾ ചെയ്തതിനെ കവച്ചു വയ്ക്കാവുന്ന അത്ഭുതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഒരു സാങ്കേതികമായ പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ആഴം എന്ന് പറയുന്നൊരു സംഭവം, അതായത് ജീവിത നിരീക്ഷണം, ദർശനം, കാഴ്ചപ്പാട്, ഇതൊന്നും ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുപ്പമായതെല്ലാം നല്ലതാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോൾ എൻ്റെ ഒരു ചങ്ങാതി ജെൻസി നോവൽ എഴുതുന്നുണ്ട്. ഞാൻ കുറച്ച് വായിച്ചു നോക്കി. അത് വളരെ അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മിമിക്രി പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ആവശ്യമില്ല തന്നെ.
എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ വർഷം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു ജെൻസി പയ്യൻ ഒരു നോവലുമായി എൻ്റെ അടുത്ത് വന്നു. തീർച്ചയായിട്ടും എനിക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു. ഇവനൊരു നല്ല നോവൽ എഴുതാൻ സാധിക്കില്ല എന്ന് ഒരു മുൻവിധിയോടെയാണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ കാണായ്മ എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവതാരിക എഴുതാൻ പറ്റില്ല, ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞാൻ ചാവുനിലം എഴുതുന്നത് ഒരു തുരുത്ത് എന്ന് പറയാവുന്ന, അതായത് ശരിക്കും മണ്ണിൽ നിന്ന് പൊടിച്ചു വന്ന മനുഷ്യരുടെ അത്തരത്തിലൊരു മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ് ആ നോവൽ എഴുതുന്നത്. ഏതാണ്ട് അതിനേക്കാൾ ഒരു ഭീകരമായ ഒരവസ്ഥയിൽ മിത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് എഴുതിയൊരു നോവലായിരുന്നു അത്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ തലമുറയിൽ നിന്ന് അങ്ങനൊരു നോവൽ ഉണ്ടാവുമെന്ന്. സത്യം പറഞ്ഞാൽ ആ നോവലാണ് എനിക്കൊരു പ്രതീക്ഷ തന്നത്. നമ്മൾ വിലയിരുത്തുന്നത് പോലെ ഒരു പെയിൻ്റ് അടിച്ചൊരു രൂപമല്ല ഈ ജെൻസി തലമുറ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറമുണ്ട് അതിൽ. പക്ഷെ നമ്മളത് കുറച്ച് ചികഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ആ നോവലിൽ ധാരാളം ഞാനിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടത്. ഞാൻ ആദ്യമായിട്ട് അത് വായിച്ചിട്ട് അത് പ്രകാശനം ചെയ്യുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഫേസ്ബുക്കിൽ എഴുതുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സാമൂഹ്യ മാധ്യമം അതിനെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുത്തൻ ഒരു പ്രകാശം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ വെളിച്ചത്തോടെ പ്രകാശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈയിടെ മറ്റൊരു നോവൽ വായിച്ചു. ഒരു കവിത മാത്രം എഴുതിയിരുന്ന, പോയട്രി പെർഫോമൻസ് നടത്തിയിരുന്ന ഒരാളുടെ ഒരു നോവൽ, ഒരു ജർമ്മൻ ലിറ്ററേച്ചറിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയൊരു നോവലാണ്. കാൾ മാർക്സിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ക്ഷുരകനെക്കുറിച്ചുള്ള നോവലാണ്. ആ നോവലിൻ്റെ പേര് മത്തിയാസ് എന്നാണ്. ആദ്യം പറഞ്ഞ നോവലിൻ്റെ പേര് ഉദാപ്ലുത സത്വങ്ങൾ എന്നായിരുന്നു. ഇത് രണ്ടും ചെറുപ്പക്കാരിൽ നിന്നുണ്ടായതാണ്. ഇത് വളരെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ പുറമേ കാണുന്നതല്ല, വളരെ അപൂർവമായിട്ട് വലിയ ആഴമേറിയ ചില വെളിച്ചങ്ങൾ അവിടെ നിന്നുണ്ടാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ ജെൻസിയുടെ സോക്കോൾഡ് ജെൻസിയുടെ കൺസ്യൂമറാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അധികമൊന്നും എനിക്ക് അവിടെ നിന്ന് സ്വാംശീകരിക്കാനുണ്ടായിട്ടില്ല, എക്സെപ്റ്റ് ഈ രണ്ട് അപൂർവമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഇപ്പോൾ അയാൾ എഴുതുന്ന പ്രമേയം ഒരുപക്ഷെ അയാളെ ഇപ്പോൾ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ കൽപ്പറ്റ നാരായണ മാഷൊക്കെ പറയുന്ന ഒരു കവിയെ എപ്പോഴും പലതും ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഡിസ്റ്റേബൻസിൽ നിന്നാണ് ഞാൻ കവിത എഴുതുന്നത് എന്ന് പറയുന്നത്. ഒരു ഡിസ്റ്റേബ്ഡ് ആക്കുന്ന ഒരു വിഷയത്തിൽ നിന്നാണോ ഒരുപക്ഷെ ഒരു നോവൽ എഴുതാം എന്ന് തോന്നുന്നത്? അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം ഒരു വിഷയം, ഒരു പ്രമേയം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ എഴുതിയതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയുള്ള പലതരത്തിലുള്ള നിർബന്ധങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ. ഈ ആഗ്രഹങ്ങളും അതുപോലെ നമ്മളിലേക്ക് വന്നു ചേരുന്ന പ്രമേയങ്ങളും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണല്ലോ ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ പോയിന്റിൽ എങ്ങനെയാണ് അത് നമ്മളെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ ഭയങ്കരമായി അസ്വസ്ഥപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് ഒരു പ്രമേയം. ഈ പറഞ്ഞ പോലെ ഇതിന് പലപ്പോഴും എഴുത്തുകാരൻ എപ്പോഴും നവീകരിക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാരനല്ല, കലാകാരൻ എന്ന് പറഞ്ഞാൽ നവീകരിക്കാൻ ശ്രമിക്കണം, തീർച്ചയായിട്ടും ശ്രമിക്കണം. ഇല്ലെങ്കിൽ അയാൾ കലാകാരനാകാൻ അർഹതയില്ലാത്ത ആളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മൾക്ക് വായന ഉണ്ടായിരിക്കണം. ഒരു എഴുത്തുകാരൻ എന്നുള്ളതിൽ നിരന്തരം വായന ഉണ്ടായിരിക്കണം. ആ വായനയുടെ പുതിയ ലോകസാഹിത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നല്ലൊരു പന്ത് കളിക്കാരനാകണമെങ്കിൽ ഏറ്റവും നല്ല ഫുട്ബോൾ മാച്ച് നമ്മൾ കാണുകയെങ്കിലും വേണം. ഇല്ല നമുക്ക് പന്ത് കളിക്കാരനാകാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ല വായനയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പുതിയ പുസ്തകങ്ങൾ ആരെങ്കിലും പറയുന്നത് വായിക്കാറുണ്ട്, പുതിയ തലമുറയിൽ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ലോകസാഹിത്യത്തിലുണ്ടാകുന്ന അപൂർവ പുസ്തകങ്ങളൊക്കെ ചിലതൊക്കെ വായിക്കാറുണ്ട്. അതിൽ കൂടെ നമ്മുടെ ഒരു ഭാവുകത്വം നിരന്തരം നവീകരിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കൂടെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ടാകും. അത് ഈ നോവലെഴുത്തെന്ന് പറഞ്ഞാൽ വളരെ വിഷമം പിടിച്ചൊരു പരിപാടിയായിട്ടാണ് ഞാൻ കരുതുന്നത്. നോവലെഴുത്തും നല്ല കഥയെഴുത്തും കവിതയെഴുത്തും എല്ലാം അല്ലാതെ എപ്പോഴും വളരെ ആനന്ദം തരുന്നതോ ആകാശത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി വീഴുന്നതോ ആയ ഒരു കാര്യമല്ല. അത് വെറുതെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടത്. ആ വിഷമത്തിൽ കൂടെ ചില നിമിഷത്തിൽ നമുക്കൊരു ആനന്ദം കിട്ടും. ഒരു നല്ല പ്രയോഗം നമ്മുടെ മനസ്സിൽ വരുമ്പോഴോ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ആ നോവൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴോ, ഒരു വഴി തെളിയുമ്പോഴോ ഒക്കെ നമുക്കൊരു വല്ലാത്ത ആനന്ദം കിട്ടും. തീർച്ചയായിട്ടും അത് ജിഷ്ണു പറഞ്ഞ പോലെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് മധ്യസ്ഥയുടെ മുമ്പേ പറഞ്ഞതിനോട് കൂട്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം
ഈ പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന നല്ല നോവലുകളെക്കുറിച്ച് മാത്യു സീറ്റൻ പറഞ്ഞു. ഇതുപോലെ തന്നെ പുതിയ തലമുറയുടെ വായന, ഇപ്പോൾ നമ്മൾ പൊതുവെ പഴയ തലമുറ പറയാറുണ്ട് പുതിയ തലമുറയ്ക്ക് വായനയില്ല എന്ന് പറയാറുണ്ട്. ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യൻ വായിക്കുന്ന കാലമായത്. നമ്മൾ മൊബൈൽ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും വായിക്കുന്ന കാലമാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള നല്ല വായനക്കാരായ കുട്ടികൾ, മുമ്പേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ തലമുറയുടെ ആ കാലഘട്ടത്തിൽ ഞാൻ വായിച്ചിരുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ആഴത്തിൽ അവർക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം പുതിയ സാങ്കേതികവിദ്യ, പുതിയ കാലം. ഇപ്പോൾ ഒരു നോവൽ, ഇപ്പം ദസ്തേവ്സ്കിയുടെയോ ടോൾസ്റ്റോയുടെയോ ഒരു നോവൽ നമ്മൾ വായിക്കുന്നു, ഇന്നെടുത്ത് വായിക്കുന്നു, കിൻഡിലി വായിക്കുകയാണ്. കിൻഡിലി വായിക്കുമ്പോൾ ഏതെല്ലാം ലിങ്കുകളിലേക്ക് പോകാനുള്ള സൗകര്യം നമുക്കുണ്ട്. കുറച്ചുകൂടെ നമ്മുടെ വായന ആഴത്തിലുള്ളതാകും. അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ പേര് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ലിങ്കിലേക്ക് പോയി വിക്കിപീഡിയ പോയി അയാൾ ആരാണെന്ന് മനസ്സിലാക്കാം, എന്താണ് അതിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ആ നോവലിനെ ഒരു റെഫറൻസിലൂടെ സാധ്യമായി വേറൊരു വായനയും കൂടെ അവിടെ നടക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച്. നമുക്കൊരു പക്ഷേ ആ യോഗമില്ലായിരുന്നു. നമ്മൾ ആ ടെക്സ്റ്റായിട്ട് കുറച്ച് മനസ്സിലായതിൽ കൂടിയാണ് അത് വായിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അവർക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാനും ഒരു പെയിൻറ്റിങ് കാണുമ്പം അതിനകത്തെ ഓരോ ഒരു സ്ഥലത്തിൻ്റെ അല്ല ഒരു കെട്ടിടത്തിൻ്റെ ഒരു രൂപം വരച്ചിരിക്കും, അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ കാണുന്നതിൻ്റെ ഒരു സൗകര്യം പുതിയ തലമുറയ്ക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പറഞ്ഞെത്തിയ പോയിന്റിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ വളരെയധികം വിറ്റഴിഞ്ഞ ചില പുസ്തകങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്ന ഈ തലമുറയിലേക്ക് തന്നെ എത്തിയ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലും സ്റ്റാറ്റസുകളിലൊക്കെ നിറഞ്ഞ പുസ്തകങ്ങളാണ്. ഒന്ന് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക്. ഈ 2 പുസ്തകങ്ങളും അതേ സമയത്ത് തന്നെ നേരിട്ടിരുന്നൊരു വിമർശനമായിരുന്നു. ഇത് വളരെ പൾപ്പ് ഫിക്ഷനാണ്. അതായത് അതിനകത്ത് എന്താ പറയുക, അകക്കാമ്പ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് മിസ്സിങ് ആണ്. അത് വളരെ പെരിഫറലായ സർഫസിൽ നിൽക്കുന്ന ഫിക്ഷൻ മാത്രമായി നിൽക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയത്ത് അത് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് പബ്ലിഷിംഗ് മാർക്കറ്റിൽ ഈ പുസ്തകങ്ങളിലൂടെ സംഭവിക്കുന്ന നമ്മൾ നേരിട്ട് കാണുന്നു. ഒരുപക്ഷെ ഒരു സിനിമയുടെ ബഡ്ജറ്റിൻ്റെ ലെവലിലേക്കൊക്കെ ആ പുസ്തകത്തിൻ്റെ വിറ്റുവരവ് എത്തുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ഇത്തരം പ്രതിഭാസങ്ങളെ എങ്ങനെയാണ് മാത്യു ചേട്ടൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പുതിയ തലമുറ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനൊക്കെ ഹരീഷണ്ണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളുടെ വലിയ സ്വീകാര്യത, അതുണ്ടാക്കുന്ന ഒരു ചലനം, അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് ഈ മുഖ്യധാര എഴുത്തെന്നുള്ളത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണത്. എല്ലാ കാലത്തും ഗൗരവബുദ്ധിയായി എഴുതുന്ന ആളുകൾ അതിനെ വിമർശിക്കാറുമുണ്ട്. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഈ മുട്ടത്തൂർക്കി, കാനം, കോട്ടയം പുഷ്പനാഥ് തുടങ്ങിയവരെയൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങളുടെ തലമുറയും എഴുത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പോഴുണ്ടായ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ കണ്ടുപിടിച്ചു. അതായത് ഒരു മുഖ്യധാരയിൽ എഴുത്ത്, ചേതൻ ഭഗത്താണ് മിക്കവാറും അവരുടെ മാതൃകാ പുരുഷൻ. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എനിക്ക് തോന്നുന്നത്, അതായത് ഞങ്ങളെ ഈ മറ്റേ മെഗാ സീരിയൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ പറഞ്ഞത് അതൊരു സേവനമാണ്. കാരണം എല്ലാ വീടുകളിലും മലയാളം സംസാരിക്കാതായിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, മലയാളം അക്ഷരം എഴുതാൻ അറിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മെഗാ സീരിയലിലെ കഥാപാത്രങ്ങൾ മലയാളം സംസാരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ റാം കെയർ ഓഫ് ആനന്ദിയും നിമ്ന വിജയുടെ പുസ്തകമൊക്കെ കൂടുതൽ പതിപ്പുകൾ വിറ്റഴിക്കുന്നത് ഇത് അവർക്ക് ഗുണകരമായിരിക്കാം. പക്ഷേ ഇതൊരു ബിസിനസ്സാണ്. അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ഒരു ബിസിനസ്സാണത്. അത് വിപണി എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത്. പുസ്തകം എന്നുള്ളതല്ല, ഫിക്ഷൻ എന്നുള്ളതല്ല. ഫിക്ഷൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും മറന്നു കളഞ്ഞ് വിപണി മാത്രമായിട്ട് മാറിയിരിക്കുന്നിടത്താണ് ഇതിൻ്റെ അപകടം തുടങ്ങുന്നത്. പക്ഷെ കുട്ടികൾ വായിച്ചു തുടങ്ങുന്നു. ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ തന്നെയാണ് ഈ റാം കെയർ ഓഫ് ആനന്ദിയും നിമ്ന വിജയൻ്റെ പുസ്തകമൊക്കെ കുട്ടികളിലേക്ക് തന്നെയാണ് എത്തിയത്. അവർ മലയാളം വായിക്കാത്തവരുമായിരുന്നു, അവർ മലയാളം വായിച്ചു തുടങ്ങി. ഒരു കാര്യം തീർച്ചയാണ്, അക്ഷരം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കില്ല, അത് അവിടെ നിന്ന് വളരുകയുള്ളൂ. അത് നമ്മുടെ കേസിൽ അതാണ് സംഭവിച്ചത്. മുട്ടത്തോർക്കിയിൽ നിന്നും കാനത്തിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഒ വി വിജയനിലും അതിനപ്പുറത്തേക്കും ആനന്ദിലേക്കൊക്കെ പോയില്ലേ. അതുപോലെ തീർച്ചയായിട്ടും ഈ തലമുറയെ അങ്ങോട്ടേക്ക് വളരുക തന്നെ ചെയ്യും എന്നാണ് ഞാനതിനെ ഒരു
നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ വിപണി വല്ലാതെ കൈയടക്കുന്നു എന്നുള്ളത്, ഇപ്പം ഞങ്ങളെ അടക്കം, എന്നെയും ഹരീഷിനെ അടക്കം വിപണിയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടം പോലെ ആക്കാനുള്ള ഒരു ശ്രമമുണ്ട്. പക്ഷേ അങ്ങനെ ആകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്, ഒരു എഴുത്തുകാരൻ്റെ മിടുക്ക് അതാണ്. അതിലേക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്? ഈ പുസ്തകങ്ങളുണ്ടല്ലോ, റാം കെയർ ഓഫ് ആനന്ദി, അതുപോലെ നിമ്ന വിജയുടെ പുസ്തകം, അതൊരു പെട്ടെന്നൊരു പ്രതിഭാസം ഉണ്ടാവുകയാണ്, വലിയ തോതിൽ വിറ്റുപോകുന്നു. അതെങ്ങനെയാണ്? ഇതിനകത്തൊരു എല്ലാ കാര്യവും നിലനിൽക്കണമെങ്കിൽ അതിന് വൈവിധ്യം വേണം. ഏത് സമൂഹം നിലനിൽക്കണമെങ്കിൽ വൈവിധ്യം വേണം. എന്ന് പറഞ്ഞാൽ പുസ്തകം നിലനിൽക്കണമെങ്കിലും വായന നിലനിൽക്കണമെങ്കിലും അതിന് വൈവിധ്യം വേണം. അതായത് നല്ല നോവലുകളും ഇടത്തരം നോവലുകളും ഈ പൾപ്പ് ഫിക്ഷനുകളും എല്ലാം വേണം, എന്നാലേ ഇത് നിലനിൽക്കൂ. അതുതന്നെയാണ് ഇത് നിലയ്ക്കുന്നതിന് കാരണം. വിപണിക്ക് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് നല്ല കാര്യം തന്നെ. ഈ മധുസൂദൻ പറഞ്ഞ പോലെ അത് മലയാളം വായിക്കുന്ന ആൾക്കാർ പഠിക്കുന്നു, അതിൽ കൂടെ പുതിയ നോവലോട്ട് വരട്ടെ, അത് നല്ല കാര്യം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വിപണിയെ നമ്മൾ നല്ല രീതിയിൽ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. വിപണി മോശം കാര്യമല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വിപണിക്ക് വേണ്ടി നമ്മൾ പാകപ്പെടാതിരുന്നാൽ മതി, നമ്മൾ അലമ്പാകാതിരുന്നാൽ മതി. വിപണി എന്നും, കാരണം മനുഷ്യൻ വിപണി കൂടെയാണ്, മനുഷ്യ കൾച്ചർ വളർന്നു വന്ന വിപണി കൂടെയാണ്. അങ്ങനെ ഒരു സാധ്യത ഇതിനുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. എനിക്ക് ഇപ്പം തോന്നുന്ന ഒരു കാര്യം, ഈ നിമ്ന വിജയൻ്റെ നോവല്, അഖിലിൻ്റെ നോവല്, ബിനീഷ് പുതുപ്പള്ളത്തിൻ്റെ നോവല് ഇല്ല, മലയാളത്തിൽ വേറൊരു വിഭാഗമുണ്ട്. നല്ല സാഹിത്യത്തിൻ്റെ പേരിൽ വരുന്ന മോശ സാഹിത്യമുണ്ട്, വിപണിയുടെ സഹായത്തോടുകൂടി വരുന്ന മോശ സാഹിത്യമുണ്ട്. അതാണ് എപ്പോഴും മാർക്കറ്റ് പിടിക്കുകയും നല്ല സാഹിത്യത്തിൻ്റെ പദവി അതിന് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് കൂടുതൽ നല്ല സാഹിത്യത്തിന് ദോഷം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കുറേ വർഷമായിട്ട് മലയാളത്തിൽ ഇങ്ങനെ തുടരുന്നുണ്ട്. നല്ല എഴുത്തുകളെ സൈഡ് ലൈൻ ചെയ്യാൻ അത് ഇടയാക്കും. ഇപ്പം മാത്യു ചേട്ടൻ്റെ ചാവുനിരത്തെ 25 വർഷമായിട്ട് പുറകോട്ട് നിർത്തിയത് അതാണ് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞാണ് ചാവുനിര ആൾക്കാർ എൻ്റെ അടുത്ത്. സന്തോഷ് കുമാറിൻ്റെ അന്ധകാര നഴി എന്ന് പറഞ്ഞ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ചാവുകളി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. അതാകെ 2-3 എഡിഷനേ മലയാളത്തിൽ വന്നിട്ടുള്ളൂ. അതേസമയം നല്ല സാഹിത്യത്തിൻ്റെ പേരിൽ വരുന്ന മോശം സാഹിത്യം 100 കണക്കിന് പതിപ്പുകൾ വരികയും വിറ്റുപോവുകയും ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ അപകടമായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റേത് അപകടം ചെയ്യില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കണം, നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്, എന്നാൽ പോലും 1-2 ചോദ്യങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പട്ടുനൂൽപ്പുഴു എന്ന നോവൽ, അല്ലെങ്കിൽ ഇപ്പോൾ കടലിൻ്റെ മണം, ഞാൻ കാണായ്മ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കടലിൻ്റെ മണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പം മീശയോ അല്ലെങ്കിൽ ആഗസ്റ്റ് 17 ഒക്കെ ആയി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് ഒരാളിലേക്കുള്ളൊരു സഞ്ചാരമാണ് പട്ടുനൂൽപ്പുഴു, അല്ലെങ്കിൽ വ്യക്തികൾക്കുള്ളിലേക്കുള്ള സഞ്ചാരമാണ്. അവരിൽ തന്നെ പല ഐഡൻറ്റിറ്റികളുണ്ട്, ഒന്നിലധികം ഐഡൻറ്റിറ്റികളുണ്ട്. അത് കടലിൻ്റെ മണത്തിലും ഒന്നിലധികം ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരാണുള്ളത്. അപ്പോൾ ഒരാളിലേക്ക് നടത്തുന്ന സഞ്ചാരം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ മാറ്റം, ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഒരുപാട് എക്സിസ്റ്റൻഷ്യൽ നോവലുകൾ അല്ലെങ്കിൽ യൂറോപ്യൻ ഫിക്ഷനൊക്കെ വായിച്ചതിൻ്റെ ഒരു സ്വാധീനം വളരെയധികം ഉണ്ട്. ഇപ്പോൾ കാഫ്കയെക്കുറിച്ച് കാഫ്കയെ കോട്ട് ചെയ്തുകൊണ്ടാണ് നോവൽ തുടങ്ങുന്നത്. ഒരുപക്ഷെ ആമുഖത്തിൽ മാത്യു ചേട്ടൻ കുന്തേരെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബോർഹസിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഈ യൂറോപ്യൻ ഫിക്ഷൻ്റെ ഒക്കെ ഒരു സ്വാധീനം എങ്ങനെയാണ്? ഇങ്ങനൊരു ഒരാളിലേക്ക് മാത്രം, അയാളുടെ സങ്കീർണതകളിലേക്ക് തിരിച്ചു പോകണമെന്നൊരു ത്വര വരുന്നത്, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതെങ്ങനെയാണ്? അതിന് ഈ മുമ്പ് വായിച്ച പുസ്തകങ്ങൾ, അതിൻ്റെയൊക്കെ സ്വാധീനം അതെങ്ങനെയാണ്? ഉറപ്പായിട്ടും ആ സ്വാധീനമുണ്ട്. കാരണം നോവലെന്ന് പറയുന്ന സങ്കല്പം തന്നെ യൂറോപ്യൻസ് ആണ് നോവൽ. ഇവിടെ ഉണ്ടായിരുന്ന തകഴിയുടെ നോവലുകളിലും സിബിയുടെ നോവലുകളിലും എല്ലാം യൂറോപ്യൻ നോവലുകളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഒ വിജയൻ്റെ നോവലുകളും എല്ലാം ഉണ്ടായിരുന്നു. അത് മുകുന്ദൻ്റെ നോവലുകളും ഉണ്ട്. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലുണ്ടാകുന്ന ഏറ്റവും നല്ല നോവലുകൾ മലയാളത്തിൽ വായിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊരു തെറ്റേ അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാഹിത്യം പൊതുവായ ഒരു കാര്യമാണ്, ഒരു പ്രാദേശികമായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഈ ഉള്ളിലേക്ക് നോക്കിയുള്ള സഞ്ചാരം, ഒരു വ്യക്തിയിലേക്കുള്ള യാത്ര, ഇതൊക്കെ ലിറ്ററേച്ചറിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് തോന്നിയത്. മാത്യു ചേട്ടൻ അത് നേരത്തെ തുടങ്ങിയ ആളാണ്, ഞാൻ താമസിച്ച് തുടങ്ങിയ ആളാണ്. അത് ശരിക്കും അത് ആവശ്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം മീശയ്ക്കകത്തും ആഗസ്റ്റ് 17-നകത്തൊക്കെ ഒരു പരിധിവരെ അകന്നു നിന്നുള്ള കാഴ്ചയായിരുന്നു. കാരണം നമ്മുടെ സമൂഹം വലിയ ആൾബഹളങ്ങളുള്ള സമൂഹമാണ്. വലിയ ആൾബഹളങ്ങൾ, വലിയ സംഭവങ്ങൾ, വ്യക്തിക്ക് പ്രാധാന്യം വളരെ കുറവുള്ള സമൂഹമാണ്. മനുഷ്യൻ വ്യക്തിയായിട്ട് രൂപപ്പെടാൻ താമസിക്കുന്നൊരു സമൂഹമാണ് കേരളം, ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ചുറ്റും ജാതിയുണ്ട്, മതമുണ്ട്, കുടുംബത്തിൻ്റെ പിടുത്തമുണ്ട്, എല്ലാം ഉണ്ട്. മറ്റിടത്ത് കുറച്ചുകൂടെ വ്യക്തിയായി യൂറോപ്യൻസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ലിറ്ററേച്ചർ അവിടെ ആദ്യമേ ഉണ്ടായത്. പക്ഷേ നമ്മുടെ ഇവിടെ ആ മാറ്റം ക്രമേണ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത്തരം നോവലുകളുടെ സ്വാധീനം നമ്മളിലുണ്ട്. അതിനകത്ത് നമ്മൾ മോശം വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. ലിറ്ററേച്ചർ
മനുഷ്യ സംസ്കാരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഉള്ളതാണ്. അതിനെ ഒരു തലത്തിൽ ഒതുക്കി നിർത്തേണ്ട കാര്യമില്ലെന്നാണ് വിചാരിക്കുന്നത്. മാത്യു ചേട്ടാ, ഇപ്പോൾ അതിന് അതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കടലിൻ്റെ മണം എന്ന ടൈറ്റിൽ, ആ ടൈറ്റിൽ ഈ മാത്യു ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ടൈറ്റിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ ചാപ്റ്ററിൽ തന്നെ ഈ സച്ചിദാനന്ദൻ എന്ന കഥാപാത്രം അയാളുടെ ജോലിക്കിടയിൽ സ്ഥിരമായി വന്ന് ചായ കുടിക്കുന്ന ചായക്കടയിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്ന കടലിൻ്റെ മണമാണ്. അവിടെ നിന്നാണ് നോവൽ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ കടലേ ഇല്ല, കടലിൻ്റെ മണം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. ഈ കടലിൻ്റെ മണം ഒരു പക്ഷേ ഗർഭപാത്രത്തിൻ്റെ മണമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇമേജൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്രയും നമ്മളെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ നമ്മൾ അത്രയധികം ചിന്തിച്ച് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൽ നമ്മളിലേക്ക് വന്ന് ചേർന്നൊരു ഇമേജൊക്കെ ആയിരിക്കുമല്ലോ. ഇത്തരം ഉള്ളിലേക്കുള്ള യാത്രകൾ, ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രകൾ, പ്രത്യേകിച്ച് നോവലുകൾ നടത്തുന്ന സമയത്ത് ഇത്തരം ഇമേജറീസ് വരുന്നത് എങ്ങനെയാണ്? ഇത്തരം ഇമേജുകൾ എവിടെ നിന്നാണ് കടന്നു വരുന്നത്? ഇമേജുകൾ നമ്മൾ ജീവിച്ച ജീവിതത്തിൽ നിന്ന് തന്നെയാണ് കടന്നു വരുന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ നമ്മളുടെ മനസ്സ് ജാഗ്രതയുള്ളതായതുകൊണ്ട് ആ ഇമേജുകൾ നമ്മൾ പരിവർത്തിപ്പിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഞാൻ ഒരുപാട് ദൃശ്യങ്ങൾ കാണുന്ന ഒരാളാണ്, വായനയേക്കാൾ കൂടുതൽ സിനിമകൾ കാണുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഇമേജുകളാണ് എൻ്റെ തലയിൽ കിടന്ന് മറിയുന്നത്. എനിക്കതിലും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് മിത്തുകളാണ്. ഈ യഥാർത്ഥത്തിൽ ഈ മിത്തോളജികളാണ് നമ്മളുടെ എഴുത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. ഹരീഷിൻ്റെ മീശയാണെങ്കിലും ഒക്കെ ഈ മിത്തോളജിയാണ്. അത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു നായിക കഥാപാത്രത്തിൻ്റെ സഞ്ചാരവും നമ്മുടെ പുരാണത്തിലെ നായക കഥാപാത്രത്തിൻ്റെ സഞ്ചാരവും തമ്മിൽ കൃത്യമായിട്ട് നമുക്ക് ബന്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഈ ജോസഫ് ക്യാമ്പലിനെ പോലെയുള്ളവർ വളരെ ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ഒരു ഹീറോയുടെ ജേണിയെക്കുറിച്ച് തന്നെ അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അടിയാളപ്രേതം എഴുതുമ്പോഴും ഒരു മിത്തോളജിക്കലായിട്ടുള്ളൊരു ബാക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കറുപ്പൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം പറയുന്നുണ്ട്, ഈ മിത്തുകളെക്കുറിച്ച് എന്തിനാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ചില്ലേ, ഈ മിത്തുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ജീവിച്ച ജീവിതം തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. പഴയ തലമുറകളായിട്ട് ജീവിച്ച ജീവിതമാണ് ഈ മിത്തോളജിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് സ്വാംശീകരിക്കാൻ, അത് വാറ്റിയെടുക്കാനുള്ള എന്തോ ഒരു സിദ്ധി എഴുതുന്ന ആൾക്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സിദ്ധിയാണ് അയാൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. അത് അവിടെ നിന്ന് വളരണം, അതാണ് വേണ്ടത്. ഒരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യുന്ന ഒരു കർമ്മം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ സമൂഹത്തിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും പരിവർത്തിപ്പിച്ച് സമൂഹത്തിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ആ ഒരു സൗന്ദര്യാനുഭവമായിട്ട് സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 80കളിലൊക്കെ എന്താ പറയുന്നത്, ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് സാഹിത്യത്തെ ഒരു തരത്തിൽ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂന്തനും കാക്കനാടനും ഒക്കെ ചെയ്തിരുന്നത്. അവർ വളരെ പ്രശസ്തരുമായിരുന്നു. അപ്പോൾ അവിടെ എവിടെയാണ് ഒരു കേരളീയൻ്റെ ഒരു ആത്മവത്ത കിടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അത് പിന്നീട് വന്ന തലമുറയാണ് അത് ഡിഗ് ചെയ്ത് ഇതല്ല, ഇത് നമ്മുടേതല്ല, ഇത് മറ്റൊന്നാണ് എന്നുള്ളത് ആ തലമുറയാണ് ഇപ്പോൾ നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മണ്ണിൽ നിന്ന് എടുത്ത് ഈ മണ്ണിലേക്ക് തന്നെ കൊടുക്കുന്നത്, അതിനെ പരിവർത്തിപ്പിച്ച് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് കലാപ്രവർത്തനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യത്തിന് ഉത്തരമായോ എന്ന് എനിക്കറിയില്ല. അതുപോലെ അവസാനമായി ചോദിക്കാനുള്ള, നിങ്ങളുടെ ചുറ്റുപാടിൽ നടക്കുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയം ഒക്കെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ രണ്ടുപേരെയും എങ്ങനെ സ്വാധീനിക്കുന്നത് എന്നറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് എസ് ഹരീഷ് എന്ന എഴുത്തുകാരൻ ഏറ്റവും അധികം രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. വലിയ രീതിയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ, ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഒക്കെ വലിയ ശക്തമായ എതിർപ്പും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എസ് ഹരീഷിന് വയലാർ അവാർഡ് ലഭിച്ച സമയത്ത് ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് KP ശശികല പറഞ്ഞത്, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നെഴുതിയ വയലാറിൻ്റെ പേരിലുള്ള അവാർഡ് ഒരു തെറിയെഴുത്തുകാരന് കൊടുക്കരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അത്തരത്തിലുള്ള പലതരം രാഷ്ട്രീയ വിഷയങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്. അതൊരു പക്ഷേ ഭയപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ജാഗ്രതയുള്ള ഒരു അവസ്ഥയിലേക്ക് എപ്പോഴും നമ്മൾ സെൽഫ് സെൻസറിങ് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ചുറ്റുവട്ടമുള്ള സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടുന്നത്, അഭിമുഖീകരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ദൈനംദിന രാഷ്ട്രീയം എഴുത്തുകാരനെ ബാധിക്കേണ്ട കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അതായത് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള എഴുത്താണ്. മനുഷ്യാവസ്ഥയെ നമ്മൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ അറിയാനോ ഒക്കെ നടത്തുന്ന ശ്രമമാണ് നമ്മൾ എഴുതുന്നത്. മനുഷ്യാവസ്ഥയുടെ ഒരു ഭാഗം മാത്രമാണ് രാഷ്ട്രീയം. അത് സമൂഹത്തിൽ എങ്ങനെ മനുഷ്യരെ ഇടപെടണം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് രാഷ്ട്രീയം.
അത് എഴുത്തിൽ വരും, ഉറപ്പായിട്ടും വരേണ്ടതാണ്. അതിനപ്പുറം അതിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം എഴുത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നമ്മുടെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ മതി. പക്ഷേ കേരളത്തിലെ വായന പലപ്പോഴും ഈ രാഷ്ട്രീയം എന്ന ഒറ്റ വായനയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ പലപ്പോഴും ഉള്ളത്. പൊളിറ്റിക്കലി ശരിയായിട്ടുള്ള രചനകൾ വളരെയധികം വാഴ്ത്തപ്പെടുകയും നേരെ മറിച്ച് അല്ലാത്തത് താഴ്ത്തപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന് കാരൂർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഇപ്പോൾ മോതിരം എന്ന് പറഞ്ഞ കഥ ഇപ്പോഴാണ് എഴുതുന്നതെങ്കിൽ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കുക പോലുമില്ല. കുറച്ച് നല്ല വായനക്കാർ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഈ പൊളിറ്റിക്സ് കൊടുക്കുന്ന അമിതമായ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ അതിനെ അധികം ഇല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളിങ്ങനെയുള്ള ഭീഷണികളൊക്കെ വന്നാൽ നമ്മളതിനെ എഴുതി നേരിടുക എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൽ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ എഴുത്തുകാരന് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്, ഒരു പരിധിവരെ കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ ഉപദ്രവമൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പരിധി കൂടുതൽ. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഞാനിവിടെ ജീവനോട് ഇരിക്കുന്നുണ്ടല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്കുണ്ടായിട്ടില്ലല്ലോ. അതിനെ ഞാനിപ്പോൾ അതിനൊരു കോമഡി ആയിട്ട് എടുക്കുന്നുള്ളൂ. കാരണം വിവാദങ്ങൾ കൊണ്ട് പുസ്തകത്തിന് യാതൊരു പ്രയോജനവും കിട്ടില്ല, ഒരു പ്രയോജനവും കിട്ടില്ല. നമ്മൾ പറയുന്നത് കുറച്ച് കൂടുതൽ പുസ്തകം വിറ്റ് പോകാൻ സഹായിക്കും എന്നുള്ളതല്ലാതെ പിന്നെ അതിൻ്റെ വിവാദ മൂല്യത്തെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പുസ്തകം അതിന് മേളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു പരിധിവരെ അതിനെ ശ്രദ്ധിക്കാതിരിക്കുക, അതിനെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മുടെ സ്വാതന്ത്ര്യം എഴുതി നേടുക, നമ്മൾ ധൈര്യപൂർവ്വം എഴുതുക, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയം മാത്യു ചേട്ടൻ എങ്ങനെയാണ് അസ്വസ്ഥപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? എനിക്ക് ഹരീഷ് പറഞ്ഞതിനോട് യോജിപ്പാണുള്ളത്. ഇത് ജിഷ്ണു പറഞ്ഞതുപോലെ ഇതിലെ ഒരു ഇരയാക്കപ്പെട്ട ഒരാളാണ് ഹരീഷ്. അത് കുറേ ഒരുതരം ഒരു വിവരമില്ലായ്മയുടെ ഒരു ആക്രമണത്തിനിരയായ ഒരാളാണ് ഹരീഷ്. പക്ഷെ അതൊരു ഗംഭീര പുസ്തകമായതുകൊണ്ട് അതിന്നും നിലനിൽക്കുന്നു, അത് കാലങ്ങൾ കഴിഞ്ഞും നിലനിൽക്കും. അതാണ് ഹരീഷ് പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ പുതിയ തലമുറ എഴുത്തിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഏകാധിപത്യ വാസനയുള്ള ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും എഴുത്തുകാരെല്ലാം അതിനെക്കുറിച്ച് മാത്രം എഴുതാൻ തുടങ്ങി. അതായത് ഒരു പൊളിറ്റിക്കൽ ആശയം എഴുതാൻ എളുപ്പമാണ്. ഒരു കഥയിലോ നോവലിലോ ഒരു പൊളിറ്റിക്കൽ ആശയം നേരെ എഴുതി വയ്ക്കാൻ എളുപ്പമാണത്. ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ ചെറുകഥ എഴുതാനോ കഥ എഴുതാനോ വളരെ എളുപ്പമാണ്. അതല്ല വേണ്ടത്. അതൊരു വർക്ക് ഓഫ് ആർട്ടായി മാറ്റാനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് വേണ്ടത്. അത് സംഭവിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. ഹരീഷ് പറഞ്ഞ കാരൂരിൻ്റെ മോതിരം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു ഉദാഹരണമാണ്. അത്രയ്ക്കൊരു സൗന്ദര്യമൂല്യമുള്ള ഒരു കഥയൊക്കെ ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് വന്നത്. എനിക്ക് ഈ പട്ടുനൂൽ പുഴു വന്നപ്പോൾ വായിച്ചപ്പോഴുണ്ടായ എൻ്റെ ഒരു സന്തോഷം അതായിരുന്നത്. അതിന് പ്രാരാബ്ദങ്ങളില്ലായിരുന്നത്. അത് അതിൻ്റെ ഒരു അനുഭൂതി തലത്തിൽ ഊന്നിക്കൊണ്ടുള്ള എഴുത്തായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിയും അത് തന്നെയായിരുന്നു. എനിക്ക് നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഓഡിയൻസിന് വളരെ പെട്ടെന്ന് നമുക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക്. നമസ്കാരം. പ്രണയത്തെ ആഘോഷിക്കുന്ന ഒരു ദിനത്തിൽ തന്നെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. കഴിഞ്ഞ KLF-ൽ KR മീരയുടെ പ്രണയത്തിൻ്റെ ഋതുഭേദങ്ങൾ എന്ന് പറയുന്നൊരു സെഷനിൽ വെച്ച് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കൊലപാതകയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൻസി കാലത്തെ പ്രണയം വൈവിധ്യങ്ങളുണ്ട്, വിലക്കുകൾ മറന്നവർ പ്രണയിക്കുന്നതെന്ന് പറയുമ്പോഴും KR മീര അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഞാനങ്ങനെ ഒരു പ്രസ്താവനയോട് ഒട്ടും യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ KR മീര അത് ഞാനതിനോട് പ്രതികരിക്കേണ്ടി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രം പറയണം. അത്ര പ്രാധാന്യം പോലും അതിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു ബന്ധത്തിൽ നിന്ന് ഒരാൾക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ ഇറങ്ങിപ്പോകാം, അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഇനി അതിന് അതിന് തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിവിടെ ജനാധിപത്യ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും കൂടെ നിൽക്കുന്ന സമൂഹമുണ്ട്. അല്ലാതെ അതിനെ വയലൻസിൽ കൂടെ നേരിടണം എന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും ഒരു കൊലപാതകം സ്റ്റേറ്റ് നടത്തിയാലും വ്യക്തി നടത്തിയാലും ശരിയല്ല, അതിനെ ന്യായീകരിക്കുന്നതും ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒന്നും ആഡ് ചെയ്യാനില്ല, അത് വളരെ ശരി, അത് തന്നെയാണ് എനിക്കും തോന്നിയത്.
രണ്ടുപേരുടെയും വാക്കുകളെയും അതുപോലെ നിങ്ങളുടെ നല്ല ആശയങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ ചോദ്യം ശരിക്കും ഹരീഷ് സാറിനോടാണ്. കാരണം മീശ എന്നുള്ള ആ ഒരു നോവൽ നേരത്തെ പറഞ്ഞു, വിമർശനങ്ങൾ വരുമ്പോൾ, വിദ്വേഷങ്ങൾ വരുമ്പോൾ കൂടുതൽ വിപണനം, അത് ഉദ്ദേശിച്ചത് സാറാണ് പറഞ്ഞെങ്കിലും മാത്യു സാറിന് പറഞ്ഞെങ്കിലും വിപണന പ്രാധാന്യം ഇന്ന് എല്ലാത്തിനും ഉണ്ട്. അത് പിൻവലിക്കേണ്ടി വന്നു മാതൃഭൂമിയിൽ നിന്ന്. പക്ഷേ അതിനുശേഷം 2019 2021 അവാർഡ് കിട്ടി, JCBയുടെ ആയാലും. ഞാൻ പറയുന്നത് വിമർശനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആക്ഷേപങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുകയല്ലേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ക്രിറ്റിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വന്നത് ഒരു തരത്തിൽ ഗുണമായി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ്. വിമർശനം എഴുത്തുകാരെ ശക്തിപ്പെടുത്തുകയുള്ളൂ. പക്ഷേ ഇത് വിമർശനമല്ലല്ലോ, വെറുതെ ആക്ഷേപവും തെറിയും വരുന്നല്ലേ. അതിനെ വിമർശനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വിവാദങ്ങൾ വരുന്നത് ഈ പുസ്തക വിപണിയെ സഹായിക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷേ അത് തുടക്കത്തിലുള്ള ഒരു സഹായം മാത്രമേ ഉള്ളൂ. ഞാനൊരു പുസ്തക വിൽപ്പനക്കാരനോട് സംസാരിച്ച് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞത്, വിവാദമുണ്ടാകുന്ന പുസ്തകം ആ ഒരു 2 ആഴ്ച അതിഭീകരമായിട്ട് വിറ്റുപോകും, അല്ലെങ്കിൽ 1 മാസം അതിഭീകരമായിട്ട് വിറ്റുപോകും. അത് കഴിഞ്ഞ് ഈ പുസ്തകം നല്ല നാളിലും ചീത്തയാണെങ്കിലും അവിടെ ഇരിക്കും. എന്ത് പറഞ്ഞാലും ഇത് ഉയർന്നു വരില്ല. കാരണം അതിൻ്റെ വിവാദ മൂല്യമേ നിലനിൽക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് കാര്യമായ പ്രയോജനം പുസ്തകത്തിന് ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞ താൽക്കാലികമായ ചില ലാഭങ്ങൾ ഉണ്ടായേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഹലോ, എൻ്റെ ചോദ്യം ഹരീഷ് സാറിനോട് രണ്ടാളോടും കൂടിയാണ്. രണ്ടാളും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ മറ്റേ ചുരുളി കണ്ട ടൈമിൽ ചുരുളി കണ്ടിട്ടാണ് വേറെ പല മൂവീസിലേക്കും എനിക്ക് കാണാനുള്ളൊരു ഇത് കിട്ടിയിരുന്നത്. ഇപ്പോൾ ചുരുളിയിൽ മറ്റേ ലാസ്റ്റ് മറ്റേ മൂണിലേക്ക് ജീപ്പ് ഉയർന്നു വരുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് കാണുന്ന ടൈമിൽ അതിൻ്റെ ഒരു അഡ്രിനാലിൻ റഷ് കിട്ടിയിട്ടാണ് പിന്നെ എക്സ്ട്രാ ടെറക്ടൈൽ പോലുള്ള സിനിമകളിലൊക്കെ കാണാൻ ഇൻസ്പിറേഷൻ കിട്ടുന്നത്. എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റ്, അത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിനിമ വന്നിട്ടും കേരളക്കാർ അതിന് ചെറിയ വിമർശനങ്ങളൊക്കെ ഇതാക്കി അതിനെ അടിച്ചമർത്താനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള ചുരുക്കം ചില ആർട്സ് ഉള്ളൂ മലയാളത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത്ര നല്ല ആഴത്തിലുള്ള ഇങ്ങനെ വരുന്നതിന് തന്നെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇത്ര ഡെപ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കൂടുതൽ കണ്ടൻറ്റ് മലയാളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോഴും അത് ഒരു മിക്സ് ഓഫ് ആർട്ട് ആൻഡ് കൊമേഴ്ഷ്യൽ അതിൻ്റെ മിക്സ് വരുന്നതായിട്ടാണ് തോന്നുന്നത്. നല്ല ഡെപ്ത് ഉള്ളത് കുറവാണ് എന്നാണ് തോന്നുന്നത്. ഈ ടൈമിൽ കുറവാണ് വരുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് എന്നാണ് പറയാനുള്ളത്? ഇപ്പോൾ വരുന്ന സിനിമകളിൽ ഡെപ്ത് കുറവാണ് എന്നല്ലേ ചോദിച്ചൊരു കാര്യം? അതെ. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ചുരുളി ഒരു റെഫറൻസ് ആയിട്ട് കുറച്ചുകൂടി എന്താ പറയുക, ആർട്ടിസ്റ്റിക് മൂല്യമുള്ള സിനിമയായിരുന്നു. എന്നാൽ പിന്നീട് വന്ന സിനിമകൾ പലതും അത്രത്തോളം ആ ഒരു ലെവലിലേക്ക് ഉയർന്നിരുന്നില്ല. ചുരുക്കം ചില സിനിമകളുള്ളൂ മാത്രമേ വരുന്നത്. അതെ, അങ്ങനൊരു കണ്ടന്റിൽ ഒരു ക്ഷാമമുണ്ടോ മലയാള സിനിമയിൽ? കണ്ടന്റിൻ്റെ ക്ഷാമമല്ല, സിനിമ ഇല്ല എന്നുള്ളതാണ്. പുതിയ തലമുറ സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ഈ ലിജോ പെല്ലിശ്ശേരി വരെയുള്ള തലമുറ ചെയ്തു വച്ച ഒരു സിനിമകൾ വെച്ച് നോക്കിയാൽ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ സിനിമയുടെ അസാന്നിധ്യമാണ് എനിക്ക് തോന്നിയത്. സിനിമ എന്ന കലാരൂപം അതിൽ മിസ്സിംഗ് ആണ്. കണ്ടൻ്റുണ്ട്. കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു അറിയാലോ, കണ്ടൻറ്റിൻ്റെ മീനിങ് അറിയാലോ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു കവിതയുടെ കണ്ടൻറ്റ് എന്താണെന്ന് ആരും ചോദിക്കില്ല.
ഒരു ചിത്രത്തിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കണ്ടൻറ് എന്താണെന്ന് ആരും ചോദിക്കില്ല. സിനിമയുടെ കണ്ടൻറ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് തന്നെ ഒരു തെറ്റായൊരു ചോദ്യമാണ്. സിനിമ ഒരു ആർട്ടിസ്റ്റിൻ്റെ എക്സ്പ്രഷനാണ്. അതിൽ സിനിമയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ആ ചോദ്യമാണ് എങ്കിൽ ഉന്നയിച്ചതെങ്കിൽ സിനിമയില്ല. കേരളത്തിൽ പുതിയ തലമുറ നല്ല സിനിമകൾ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം.